ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമുണ്ട്. നമ്മളുടെ പ്രോൺസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ആദ്യം നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തലയൊന്ന് മുറിച്ചിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ഒരു നൂലുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നൂരി മാറ്റിയെടുക്കാം. എന്നാൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തുടം വെളുത്തുള്ളിയാണ്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കുക. അതുകൂടെ തന്നെ നമ്മൾ 4-5 പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണവുമാണ്, അതും കൂടെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് വാട്ടിയെടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 4-5 പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് നൈസായി അരിഞ്ഞിട്ടെടുക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കുരുമുളക് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഇനി നമുക്ക് ചേർത്തിട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് കുറച്ച് ചേർത്തിട്ട് കൊടുത്താൽ മതി. ഒരു ചുവന്ന കളറിൽ നമ്മൾക്ക് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ പ്രോൺസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പ്രോൺസിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുക്കണം, അതായത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് നീക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് അടപ്പൊന്ന് തുറന്നിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മൊരിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ അതൊരു ഫ്രൈ ആകുന്നത് വരെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി കുറച്ചൊന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫില്ലിംഗ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കാൻ പറ്റും. നല്ല ഊണിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയായാലും നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ടിപ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മല്ലിയില എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടിപ്സിലോട്ട് പോവാം. എന്നെ നമ്മൾ ഈ ചെമ്മീനൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മളുടെ കൈയെല്ലാം വാസനയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചെമ്മീനെന്നല്ല ഏത് മീനായാലും നമുക്ക് ഈ ഒരു വാസനയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകുമ്പോൾ നമ്മൾ കയ്യിൽ ഈ ഒരു വാസലിന് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏത് ഫിഷായാലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു സ്മെല്ലെല്ലാം മാറിക്കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ അടുത്ത ടിപ്സ് ചെയ്യുന്നത് ഈ ഒരു ബാഗിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതായത് ബാഗിലൊക്കെ നമ്മളുടെ ലിപ്സ്റ്റിക്കൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാസലിൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു തുണിയിലോട്ട് ഒരൊറ്റ
ഒത്തിരി ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ തുടച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി. ഒരു തുണിയിൽ ഒരു തുള്ളി ആക്കിയിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉരസി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് പോയി കിട്ടും കേട്ടോ. നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ബാഗിലൊക്കെ അതുപോലെ പേനയുടെ വര അതുപോലെ ചോക്കിൻ്റെ വരയൊക്കെ ആയാലും ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ബാഗ് മൊത്തത്തിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ പൊടിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമുക്ക് ബാഗ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു തുണിയിൽ നമ്മൾ തുടച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കെല്ലാം അതിൽ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി ഒരു അടുത്ത ടിപ്സ് ആയിട്ടുള്ളത്, നമ്മൾക്ക് ഇതുപോലെ തന്നെ തുണിയിലായിട്ട് നമ്മൾ വാസലിൻ എടുത്തിട്ട് നമ്മൾ കയ്യിലുള്ള ഈ ഒരു ഷൂ ഉണ്ടല്ലോ, അത് നമ്മൾക്ക് നന്നായിട്ട് ചെളിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ തുണിയിൽ വാസലിൻ തേച്ചിട്ട് ഇതുപോലെ ഒരു ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഏത് പഴയ ഷൂ ആയാലും നമുക്ക് ഇതുപോലെ പുതിയതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഏത് ഷൂവിലും നമുക്ക് ഇതുപോലെ പോളിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഏത് ലെതറിൻ്റെ ചെരുപ്പായാലും പറ്റും കേട്ടോ. ഏത് ചെരുപ്പായാലും ഈ കുഴപ്പമില്ല. അപ്പോൾ ലെതറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പുത്തനായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഇതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ഈ സോഫയിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഷീറ്റ് പോലെയുള്ള ലെതറിൻ്റെ ഷീറ്റിൽ എവിടെയെങ്കിലും ചെളിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മളുടെ ഷൂ നല്ല പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കാം. ഇനി നമ്മൾക്ക് അടുത്ത ടിപ്സ് നോക്കാം. അപ്പോൾ ഇനി നമ്മളുടെ വിരലിലുള്ള മോതിരങ്ങളുണ്ടല്ലോ, അപ്പോൾ ഏത് റിങ് ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഈ ഒരു വാസലിന് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു സീറ്റ് എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ മോതിരം ഊരിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാഗിലൊക്കെ ഷിബ് അതായത് സിബ് ടൈറ്റായിട്ട് ഇരിപ്പുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് സിബ് ടൈറ്റായിട്ട് കുടുങ്ങിപ്പോയാൽ നമുക്ക് ഇതുപോലെ വാസലിന് ഒത്തിരി നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ലോണം ഓടിക്കിട്ടും. ഏത് ടൈറ്റായിട്ടുള്ള സിബുള്ള ബാഗായാലും ഏതിൻ്റെ സിബായാലും പാൻറ്റീസിൻ്റെ ഏതിൻ്റെ ആയാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കണിൽ കൂടി അമർത്തിയേക്കണം. അതുപോലെ തന്നെ ലൈക്കും കൂടി കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും